നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ PSCക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയ രീതികളും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. ചേച്ചി എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഒരു എത്തും പിടിയും ഇല്ല. പേഴ്സണലായിട്ടും യൂട്യൂബിൽ കമൻറ്റുകളായിട്ടും ഒരുപാട് വരാറുണ്ട്. അപ്പം എങ്ങനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ PSCക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ PSC എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വലിയൊരു കാട്ടിലകപ്പെട്ടൊരു ഫീലാണ്. എവിടുന്ന് എന്താണ് പഠിക്കേണ്ടതെന്നൊരു ധാരണയില്ലായ്മ അല്ലേ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അവിടുന്ന് തുടങ്ങൂ, ഇവിടുന്ന് തുടങ്ങൂ, അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ മൊത്തം എടുത്ത് വെച്ച് പഠിച്ച് തീർക്കൂ, ഒരു ഗൈഡ് മൊത്തം എടുത്ത് വെച്ച് പഠിച്ച് തീർക്കൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് വെച്ച് പഠിച്ച് തീർക്ക്. അങ്ങനെ ഓരോരോ അഭിപ്രായം എല്ലാം കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പം ഞാനും ഈ ഒരു സ്ഥിതിയിലൂടെയൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പം അവരുടെ മാനസികാവസ്ഥ എന്തുവാന്ന്, ഒന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയല്ലേ. എങ്ങനെ പഠിക്കണം, ഈ രീതിയിൽ പഠിച്ചാൽ ശരിയാവുമോ, അപ്പം ഈ രീതിയിൽ പഠിച്ച് പോയിട്ട് അവസാനം ഞാൻ ഒന്നിലും എത്താതാവുമോ, ഇനി PSC ഫുള്ളായിട്ട് പ്രൈവറ്റ് ജോബിൻ്റെ ഇടയിലൂടെ PSC നോക്കണോ, അതോ PSC മാത്രമായിട്ടിരുന്ന് നോക്കണോ, അങ്ങനെ പല പല കൺഫ്യൂഷൻസ്. അപ്പം അതിനൊക്കെ എൻ്റെ രീതിയിലുള്ളൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ കാര്യം. ഫെബ്രുവരി 5 നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് 10th ലെവൽ എക്സാം, മെയിനായിട്ട് 2024 നടന്ന LDC മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കൂടുതലായിട്ടും ഡിസ്കഷനിൽ വരുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സമഗ്രമായ വിശകലനം ഞാൻ 3 ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷും മലയാളവും മാത്സും GKയും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഡെമോ ക്ലാസ്സുകളാണ്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇനി 10th ലെവൽ എക്സാമുകൾക്ക്, ഇനി വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ആ ഒരു കോഴ്സ് എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരും. ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്, ക്ലാസ് തരുന്നതും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ആ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഫെബ്രുവരി 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റെക്കോർഡുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പം പറ്റുന്നതും എളുപ്പം ഫെബ്രുവരി 5 തന്നെ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ടെലഗ്രാം ചാനലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ PSC എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ട രീതി, നമ്മൾ അവിടെ നിന്നാണല്ലോ പോയത്. PSC എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ട രീതി, അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 10-20 കൊല്ലം മുമ്പുള്ള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് പഠിക്കണമെന്നല്ല. ആ ഒരു രീതിയിൽ നിന്നൊക്കെ PSC മാറിക്കഴിഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2021 LDC എക്സാം തൊട്ട് PSC അടിമുടി മാറിക്കഴിഞ്ഞു. PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലും PSCയുടെ രീതികളിലും പരീക്ഷ നടത്തുന്ന രീതികളും ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളും ആ രീതിയിൽ വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ സമീപിക്കേണ്ടത്. കറക്റ്റായിട്ട് പറയാം, 2021 LDC ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആ LDC ആ സമയത്ത് നടന്ന കുറേ ആ 2021 ആ LDC തൊട്ട് നടന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ പക്ഷേ ഒരു എക്സെപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഇതൊക്കെ നമുക്ക് കുറേ കൂടി പുറകോട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. പക്ഷെ GK ക്വസ്റ്റ്യൻസ് നമ്മൾ 2021 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ സമയം തൊട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ടൊക്കെ PSC തിരിഞ്ഞത്. അപ്പോൾ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ, അതുമല്ല PSCയുടെ പരമ്പരാഗതമായ കുറേ ക്വസ്റ്റ്യൻ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ ഒരു മാറ്റമാണ് 2021 തൊട്ട് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2021 മുതൽ 2024 അല്ലെങ്കിൽ 2025 നിങ്ങൾ എക്സാം എഴുതാൻ ആ ഒരു ഇപ്പം അപ്ഡേറ്റ്, അതായത് ഓരോ ദിവസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഒരു പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്നൊരു ടെലഗ്രാം ചാനലുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലാണ്. ഞാനൊരു ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഒരു ചാനലിൽ ഓരോ ദിവസം നടന്ന എക്സാമിൻ്റെയും, അതിപ്പോൾ ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആ ഒരു ചാനൽ അവൈലബിൾ, വളരെ നല്ലൊരു ചാനൽ. അപ്പം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ അവർ ബെർജ് ചെയ്തൊക്കെ ഇടാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ, ഡിഗ്രി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബെർജ് ചെയ്തുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ആ ഒരു നമ്മൾ 2021 മുതൽ ഈ ഒരു കാലയളവ് വരെ ഉള്ള
ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് പോവുക. റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉറപ്പായിട്ടും നോക്കുക. റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താ PSC അടുത്തിടെ നമ്മളിപ്പോൾ 10th ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 10th ലെവൽ മെയിൻസ്, അത് LDC മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും, അല്ലെങ്കിൽ ഖാദി ബോർഡ് LDC അത് കണക്കുള്ള 10th ലെവൽ എക്സാം മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ 10th ലെവൽ എക്സാമിന് പോകുന്നവർ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോവുക. അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവർ റീസെൻ്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കിയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഞാൻ ആരോട് എപ്പം പറഞ്ഞാലും പറയുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അതായത് PSC എന്താണ് ചോദിക്കുന്നത്, PSCയുടെ പാറ്റേൺ എന്താണ്, PSCയുടെ രീതി എന്താണ്, അത് നമുക്ക് മനസ്സിലാവണം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കടന്നു പോയാലേ പറ്റൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാം. പിന്നെ ചിലവരുടെ ഡൗട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഇരുന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിയാൽ ജോലി കിട്ടുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയെന്ന് വെച്ചാൽ PSC പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ട രീതിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പഠിച്ചു പോകുകയല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നമ്മൾ സിലബസിലൂടെ പോവുക. സിലബസിലൂടെ നമ്മൾ ഉറപ്പായിട്ടും പോവുക. സിലബസ് മാറ്റി വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് വെച്ച് പഠിക്കുക എന്നല്ല അർത്ഥം. ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നമ്മൾ സിലബസിലൂടെ പോവുക. സിലബസിലെ ടോപ്പിക്കുകൾ ഓരോന്നും പഠിക്കാൻ ശ്രമിക്കുക. സിലബസുകളിലെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് പല സോഴ്സുകൾ റെഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ടെലഗ്രാമിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ PDF ഫയലുകൾ അവൈലബിൾ ആയിരിക്കും. പല ചാനലുകളിൽ കിട്ടും, PDF ഫയൽ കിട്ടും. നമ്മളെ റാങ്ക് ഫയൽ ആ ടോപ്പിക്ക് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെന്താ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വരുന്ന SCRT NCRT പോർഷൻസ് എടുത്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ പല സോഴ്സുകൾ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ സിലബസിൽ കൂടെ കടന്നു പോവുക. പിന്നെന്താണ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് SCRT NCRT പഠിക്കേണ്ട എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. SCRT NCRT എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെ കാണാതെ അങ്ങനെ ഇത് വായിച്ച് പഠിക്കാതല്ല. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ആ ടെക്സ്റ്റിൽ ആ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ആ ഒരു സിലബസിലെ ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ആ ടെസ്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. അതാണ് ഈ SCRT NCRT പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലൊക്കെ പഠിക്കുക. പിന്നെ ഒഴിവാക്കാൻ കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ്, നോൺ GK പോർഷൻ്റെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. മലയാളത്തിലൊക്കെ പറ്റിയൊരു ടെലഗ്രാം ചാനൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എൻ്റെ അറിവിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെലഗ്രാം ചാനൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാ? മലയാളം ഫസ്റ്റ് ബെല്ല്. അതേപോലെ ഇംഗ്ലീഷിനും അവർക്കൊരെണ്ണമുണ്ട്, ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ടെലഗ്രാം ചാനൽ. രണ്ടും നല്ല ചാനലാണ്, വളരെ നല്ല ചാനലാണ്. പിന്നെ ഞാൻ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാൻ പറഞ്ഞു, പ്രയാണം ഇന്നലകളിലൂടെ, വളരെ നല്ല ചാനലാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഞാൻ ഫോളോ ചെയ്ത ചാനൽ പത്രവാർത്തകൾ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ന്യൂസ് കട്ടിങ്സ്, പല പേപ്പറുകളിലെ ന്യൂസ് കട്ടിങ്സ് അവർ ഡയറക്റ്റ് ഇമേജ് ആയിട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിടുന്നൊരു നല്ലൊരു ചാനലാണ്. ഡെയിലി ന്യൂസ് അപ്ഡേറ്റ് ചെയ്യും. നല്ല ചാനലാണ്. ഞാൻ കറണ്ട് അഫയേഴ്സിന് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് പത്രവാർത്തകൾ എന്ന് പറയുന്നൊരു ചാനൽ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ ടെലഗ്രാം ചാനൽസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ എൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഈ ഒരു മേഖലയിലോട്ട് വന്നപ്പം എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാം LDC ആയിരുന്നു. എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയി ചേർന്നായിരുന്നു, PSC കോച്ചിങ്ങിന്. അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ട്രാക്കിൽ എത്തിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റിയത് ഈ ആ ഒരു PSC കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നിട്ടാണ്. അവിടെ പക്ഷേ റാങ്ക് ഫയലായിരുന്നു ഫോളോ ചെയ്യുന്നത്. ആ ഒരു സമയമായിരുന്നു 2021 മുമ്പേ, 2018 ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ അന്നൊക്കെ റാങ്ക് ഫയൽ തന്നെ എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന PSC എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നത്. പക്ഷെ റാങ്ക് ഫയൽ അന്ന് ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് എന്തുവാ ഓരോ ടോപ്പിക്കൊക്കെ അവിടെ ഓരോ പോർഷൻ വെച്ചിട്ടൊക്കെ പഠിക്കാനൊക്കെ തരുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബേസ് എനിക്ക് കിട്ടിയത് PSC കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ്. കോച്ചിങ് സെൻറ്ററിൽ പോയാലേ പഠിക്കൂ, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ പോയി ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടാൻ വേണ്ടി കോച്ചിങ് സെൻറ്ററിൽ പോകണം എന്നുള്ളവരൊക്കെ പോവുക. അല്ലാത്തവരൊക്കെ വീട്ടിലിരുന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ സെൽഫ് സ്റ്റഡി ചെയ്ത് എഫക്റ്റീവായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോലുള്ള അമ്മമാർ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർക്ക് കോച്ചിങ് സെൻറ്ററിലൊന്നും പോയി പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ സെൽഫ് സ്റ്റഡി ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് വളരെ
വിദൂരമായൊരു വാക്കാണ്. കാരണം നമുക്കങ്ങനെ കൺസിസ്റ്റൻ്റ് ആവുക എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. കുഞ്ഞുങ്ങളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അപ്പം മാക്സിമം കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് പഠിക്കാതിരിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. പഠിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ അല്ലേ? അപ്പം പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പഠിക്കാനുള്ള ഒറ്റ കാരണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മാക്സിമം ടൈം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അല്ലാതെ കുറേ സിറ്റുവേഷൻസ് വരാതെ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ആ ഒരു രീതിയിൽ മൈൻഡിനെ പാകപ്പെടുത്തി വെക്കുക, അതിനെയും കൂടെ ഫേസ് ചെയ്യാൻ. ഓക്കെ, എനിക്കും ഒത്തിരി ചലഞ്ചിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലൊക്കെ പഠിക്കുക. അപ്പം തുടക്കക്കാർ എന്നുള്ള നിലയിൽ PSC സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു രീതിയെ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, PSCയുടെ രീതി പാറ്റേൺ ഒക്കെ മനസ്സിലാക്കുക, എന്നിട്ട് സിലബസ് ത്രൂ പോവുക, എന്നിട്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എക്സാം ടൈമിൽ പെട്ടുപോകും. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ മേഖലകളിൽ നിന്നാണ്. അപ്പം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു എക്സാം എടുക്കുന്നു, കറണ്ട് അഫയേഴ്സ് ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പം കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി വരുന്ന ഈ 2025 നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 2024 ഫുള്ള് ചോദിക്കുന്നതല്ല, ഫുള്ള് നമുക്ക് വേണം. അതായത് എവിടുന്നാ ചോദിക്കുന്നത് പറയാൻ പറ്റുന്നത്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കുക. 2025 നമുക്ക് ഏത് മന്താണോ ഏത് മാസമാണോ എക്സാം നടക്കാൻ പോകുന്നത്, ആ ഒരു എക്സാമിന് അറ്റ്ലീസ്റ്റ് മിനിമം 2 മാസം മുമ്പ് വരെയെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ട് പോവുക. അതുവരെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നേരത്തെയുള്ള പരീക്ഷകൾക്ക്. അപ്പം ജൂലൈയിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ മെയ് വരെയൊക്കെ നോക്കിക്കൊണ്ട് പോവുക. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സ്, നോൺ GK പോർഷൻസ്, ഇതൊക്കെ ഡെയിലി നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ടൈം ടേബിളിലോട്ട് കൊണ്ടുവരിക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, സിലബസ് വൈസ് പോവുക, റിവിഷൻ ചെയ്യുക. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് റിവിഷൻ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞുള്ള രീതിയല്ല ഉദ്ദേശിക്കേണ്ടത്. പഠിത്തത്തോടൊപ്പം തന്നെ റിവിഷനും ചെയ്തു പോവുക. അതായത് 2 ദിവസം മുമ്പേ പഠിച്ച ഒരു കാര്യം 3ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക. വായിച്ചു നോക്കുക, ചുമ്മാ വായിച്ചാൽ മതി. നമ്മളെ റിപ്പീറ്റ് റീഡ് ചെയ്ത് നമ്മളൊരു കാര്യം, ഇപ്പം ചിലവർ ചോദിക്കുകയാണ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണോ കാണാതെ പഠിക്കണോ. അതൊക്കെ നമ്മൾ സ്കൂൾ ടൈമിൽ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി റിപ്പീറ്റ് റീഡിങ്ങിലൂടെ റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുക. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനല്ല പോകുന്നത്. PSC ഓപ്ഷൻ തരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആ ഒരു ആൻസറിലോട്ട് എത്തണം. അതിന് നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ പേർക്ക് നെഗറ്റീവ് വരുന്നത് അറിയാം. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ PSC തരത്തുള്ളൂ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. നെഗറ്റീവ് വരുന്നത് അങ്ങനെയാണല്ലോ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, പക്ഷെ ഓപ്ഷൻ കണ്ടപ്പോൾ തെറ്റിപ്പോയി എന്തായിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് റിപ്പീറ്റ് റീഡിങ് ചെയ്യുക. റിപ്പീറ്റ് റീഡിങ് എന്ന് വെച്ചാൽ റിവൈസ് ചെയ്യുക. റിവൈസ് എത്ര വട്ടം ചെയ്യാൻ പറ്റുമോ, പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് എത്ര വട്ടം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും വട്ടം ചെയ്യുക. പിന്നെ ചിലവർക്കുണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വായിക്കുന്ന ഭയങ്കര മടുപ്പാണ്, ടൈം വേസ്റ്റ് ആണെന്ന് തോന്നും. ചുമ്മാതാ നമ്മൾ എക്സാമിന് ചെന്നിരിക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമുക്ക് വളരെ നിസ്സാരം, എല്ലാവർക്കും വളരെ നിസ്സാരം എന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പം അയ്യോ ഇതെന്തുവായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ, ഇതാണോ എന്തൊക്കെയുള്ളൊരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് റിവൈസ് ചെയ്യാതെ വിട്ടതുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഒരു പാർട്ടും വളരെ അങ്ങ് നിസ്സാരമായിട്ട് കാണണ്ട. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് അത്രത്തോളം വലിയൊരു പാടായിട്ട് നമുക്ക് എക്സാമിന് വരുമ്പോൾ മാർക്ക് ഒട്ടും കിട്ടാത്തൊരു പോർഷനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടി മറ്റ് ടോപ്പിക്കുകളിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ റിവിഷനൊക്കെ കൊടുത്ത് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് പഠിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് പറ്റുന്ന എല്ലാ ടോപ്പിക്കും എല്ലാ പോർഷൻസും റിവൈസ് ചെയ്യുക. മാക്സിമം എത്ര വട്ടം റിവൈസ് ചെയ്യാമോ അത്രയും വട്ടം റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോറും നമുക്ക് എക്സാമിന് കുറച്ചൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെയും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എക്സാം ഹാളിൽ നമ്മുടെ ദൈവം നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, ദൈവം നമ്മളെ എത്രത്തോളം അനുഗ്രഹിക്കുന്നു, ആ ഒരു കാര്യത്തിലിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് PSC പഠിച്ചു തുടങ്ങുന്നവർക്കായിട്ട് പറഞ്ഞു തരാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഫെബ്രുവരി 5-നുള്ളിൽ തന്നെ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഇനി ഫെബ്രുവരി 5-ന് ശേഷം വരുന്നവർക്കും റെക്കോർഡിങ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എങ്കിലും ഫെബ്രുവരി 5-നുള്ളിൽ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡെമോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റൻറ്റിനും എല്ലാ എക്സാമുകളും ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടി എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം ബൈ.